പ്രിയരെ എല്ലാവർക്കും സ്നേഹസലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗുരുവായൂർ ആനക്കോട്ടയിലാണുള്ളത്. പുന്നത്തൂർ കോട്ട, അതായത് നമ്മുടെ വടക്കൻ വീരഗാഥയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. പുന്നത്തൂർ രാജാക്കന്മാരെ കോട്ടയാണ്. ഇതിപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണുള്ളത്. ഇവിടെയാണ് ആനകളെ കെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആനകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ അറിയിക്കുക. ഇതാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ട. ഒരുപാട് ആനകളുണ്ട് ഇവിടെ. മതപ്പാട് ഉള്ള ആനകളെയും കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോകാൻ പറ്റില്ല, അവിടെ നോ എൻട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അതിൻ്റെ മുന്നേ വന്ന് കണ്ടിട്ട് പോകണം. ഇത് നമ്മുടെ മതപ്പാടുള്ള ആനകളെ ഘട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിലാണ്. അതിനെ വളരെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ഇട്ടിട്ടാണ് അവർ മതപ്പാട് ചട്ടം പഠിപ്പിക്കുന്നത്. അതായത് മതപ്പാട് ഉള്ളതും അപകടകാരികളായ ആനയെ ഇതിനകത്താണ് ഇടുന്നത്. ഇപ്പം അത്തരത്തിലുള്ള ആനകളൊന്നും ഇവിടെ ഇല്ല. അവരെന്ത് ഇവിടെയാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ആനകളെ ഈ മതപ്പാടുള്ളതിനെ കെട്ടുന്നതാണ്. ഇതിന് അനങ്ങാൻ പറ്റില്ല, ഇതിനകത്താണ് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതിലെ പോലെ ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. നോക്ക്, ഇതിലിപ്പോ പുന്നത്തൂർ കോട്ടയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇല്ലില്ല, ഇതാണ് കേട്ടോ പുന്നത്തൂർ രാജാക്കന്മാരുടെ കോട്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ അവരുടെ ഒരു പഴയ ക്ഷേത്രമുണ്ട്. പഴയ കാലത്തുള്ള തൂണുകളും ഒക്കെയാണ്. ഇതൊക്കെ ചോർച്ച തുടങ്ങി പോകുന്നത്. ഇവിടെ നല്ല ഇരുട്ടാണ്. പണ്ടത്തെ പഴയ കാലത്തെ രാജാക്കന്മാരുടെ നേരത്തെ പറ്റിയിരുന്നു കയറാൻ. ഇപ്പോൾ കയറാൻ പറ്റാറില്ല, അത് അടച്ചിട്ടേക്കുന്നു. ഇത് കണ്ട അങ്ങനത്തെ പഴയ കാലത്തെ ഈ ഇവിടെയൊക്കെ ഇപ്പോൾ ഇവരുടെ അങ്ങനെ അന്നത്തെ വാതിൽ അതൊക്കെ സാധനങ്ങളൊക്കെ ഇത് അടച്ചിട്ടേക്കണം. അങ്ങോട്ട് കയറാൻ പറ്റില്ല. Do not sit both sides of this way. ചാവക്കാട് ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ്. മതപ്പാടുള്ള ആനയുണ്ടോ അവിടെ? പിന്നെ കോഴിക്കോട് ഗ്രാമത്തിലൂടെ ഇവിടെ. ആ അതെ അല്ലേ, ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അല്ലേ ഇപ്പോൾ? പുന്നത്തൂർ കോട്ട ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അണ്ടറിലല്ലേ? ആ അത് ശരി. ആ ഓക്കെ.
അങ്ങനെയാണെന്ന്. ആ കോഴിക്കുളങ്ങര ആസ്പത്രി. പണ്ടത്തെ കാലത്ത് കൂട്ടുങ്കലങ്ങാടി എന്നാ പറയണത്. അത് ശരി. അങ്ങനെ 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 ആ കൂട്ടുങ്കൽ. ആ ചന്ത. ഓക്കെ. ആ എവിടെ വീട്? എവിടെയാ വീട്? എവിടെയാ? ഇവിടെ തന്നെ. ഓ അപ്പോഴും പുന്നത്തൂർ രാജാക്കന്മാരുടെ ആൾക്കാർ. ഓക്കെ 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 ഓക്കെ. ആ ഇവിടുന്ന് പോകും. ഓക്കെ ഓക്കെ. ഫാമിലിയൊക്കെ കണ്ണൂരാണോ ഇവിടെയാണോ? ഓക്കെ വെരി ഗുഡ്. എന്താ പേരെന്താ? പേരെന്താ? സുബ്രഹ്മണ്യൻ നമ്പൂതിരി. പരിചയപ്പെട്ടിൽ സന്തോഷം. അതെ. ഓ നിങ്ങളുടെ അണ്ടറിലാണ്. ഓക്കെ ഓക്കെ. അപ്പോഴൊന്നും ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ. മതപ്പാടുള്ള ആനകളെ മാറ്റി കെട്ടൂല്ലേ? അതെ കഴിയാറായതല്ലേ. നല്ല നീരുള്ളതിനെ മാറ്റി കെട്ടും. നല്ല നീരുള്ളതിനെ മാറ്റി കെട്ടും അല്ലേ? അപ്പൊ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താ കട്ടിലാണ് കേട്ടോ അത്. പണ്ടത്തെ കട്ടില്. ഇപ്പൊ ഇവിടെയാണ് കഥകളിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണിത്. അപ്പൊ ഈ ആന മതപ്പാടുള്ളതാണ്. പക്ഷെ അതിൻ്റെ നീരിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനങ്ങനെ കെട്ടാൻ പറ്റില്ല കേട്ടോ. നീരിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അതെടുത്ത് എറിയും. ചില ആന ആ സാധനം എടുത്ത് ഒറ്റ എറിയും. അപ്പം അതുകൊണ്ട് ആനയുടെ അടുത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കും. ഇതാണ് കുളം കേട്ടോ. പുന്നത്തൂർ രാജാക്കന്മാരുടെ കുളമായിരുന്നു. ഇവിടെ ഒരു ആനയെ കെട്ടിയേക്കായിരുന്നു കേട്ടോ. ചെങ്ങല മരത്തിൻ്റെ ഉള്ളിൽ പൂണ്ട് പോയി. മരം വലുതായപ്പോൾ ചെങ്ങല അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇനി ഒരിക്കലും എടുക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. മരം വണ്ണം വെച്ചപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഹലോ പ്രിയരെ, നമ്മളിപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിലാണ് കേട്ടോ. സമയം ഒരു 4 മണിയാണ്. 5 മണി വരെ ഉള്ളൂ ഇവിടെ. ഇത് നമ്മുടെ ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പുന്നത്തൂര് ആണിത്. ഇവിടെയാണ് നമ്മുടെ പഴയ വടക്കൻ വീരഗാഥയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ട ആന കണ്ടില്ല. വടക്കൻ വീരഗാഥയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പുന്നത്തൂർ കോട്ട. ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്. ഒരു ഗജ വീരൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നീങ്ങി നോട്ടാ. ചിലപ്പോൾ ഒരൊറ്റ നീളൽ ഇങ്ങോട്ട് നീളും.
ഇപ്പോൾ കണ്ടില്ല ആനകൾ കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആണത്. ഇവിടെ ആനകളെ കാണാം. നല്ലൊരു ആന ചൂരുണ്ട്, ആന സ്മെൽ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. അപ്പോൾ വരുന്നവർ ഇവിടെ ആന കെട്ടുന്ന സ്ഥലം, പക്ഷെ ആനയില്ല ഇവിടെ. ഇവിടെയാണ് നമ്മുടെ വടക്കൻ വീരകഥ ഷൂട്ട് ചെയ്തേക്കുന്നത്. പുന്നത്തൂർ കോട്ട. ഇതാണ് പുന്നത്തൂർ കോട്ട. ഇതേ പുന്നത്തൂർ കോട്ടയാണിത്. അതിൻ്റെ ഒരേ ഭാഗങ്ങളാണത്. നോ എൻട്രിയാണ്. എന്താ മതപ്പാടാ? മതപ്പാടാണ് ആനക്ക്. ഇതേ മതപ്പാടുള്ള ആനകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നോ എൻട്രി ആണ് കേട്ടോ. 2 മതപ്പാടുള്ളതാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. ഇതൊക്കെ ആന കെട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരു പിടിയാന നിൽക്കുന്നുണ്ട്. സുന്ദരിയായ ഒരു പിടിയാന. ഇവിടെ ഗർഭിണിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് അവളങ്ങനെ കെട്ടി സേഫായിട്ട് വെച്ച്. പുന്നത്തൂർ രാജാക്കന്മാരെ കോട്ടയായിരുന്നു ഇവിടെ. ഈ ആന കോട്ടയം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ആന ഓടൊക്കെ ചെയ്യും. സേഫായിട്ട് ഓടി. ഇതെന്താണ്? ഇത് ഗർഭിണിയാണ്, പ്രസവിക്കാറായിട്ടുള്ള ആനകൾ. ഇത് കൊള്ളം. ഇതാണ് ബാബൻ പുന്നത്തൂർ കോട്ട. ഇത് കൊള്ളോട്ടോ. പുന്നത്തൂർ രാജാക്കന്മാരെ കോട്ടയിലുള്ള കൊള്ളമായിട്ടുള്ളത്. ഇത് വേറൊരു യാതൊരു കാരണവശാലും ആനയുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളതല്ല. ആന പെട്ടെന്ന് ഇങ്ങോട്ട് നീങ്ങണം. നമുക്കറിയില്ല അത് നീണ്ടു വരുന്നുണ്ട്. ഇത് എറിയും പിന്നെ കേട്ടോ, മടലൊക്കെ എടുത്ത് വരണത് അവിടെ നിൽക്കും. അവിടെ തരാൻ
ഇവിടെ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു ആന. ഇതൊക്കെ ഗുരുവായൂർ ദിവസത്തിൻ്റെ ആനകളാണ്. ആനകളെ കെട്ടുന്ന സ്ഥലമാണിത്. ഇവിടെ ആന കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവർ വരണം. ഇവിടെ വേറെ ഭയങ്കര കൊമ്പ് അല്ലേ? അതിൻ്റെ കൊമ്പ് നോക്കിയേ, എന്ത് ഭംഗി അതിൻ്റെ കൊമ്പ്. ഭയങ്കര മനോഹരമായിട്ടുള്ള കൊമ്പോട് ഇട്ട്. നോക്കൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും